മാവേലിക്കരയിൽ നിന്ന് സ്റ്റെഫിനാണ് ചെയ്യുന്നത്. സ്റ്റെഫിൻ, തിരുവനന്തപുരത്ത് എപ്പോൾ വിട്ടുപോയി മാവേലിക്കരയിലേക്ക്? എവിടെയാണ് ബിഷപ്പൂർ കോളേജിലെ വോട്ടെണ്ണുന്നത്? എന്തായി അവിടെ? സ്ട്രോങ് റൂം എപ്പോൾ തുറക്കും? എപ്പോഴറിയാം ട്രെൻഡ്? സ്റ്റെഫിന് വോട്ടുള്ള മണ്ഡലമാണ്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ എത്തിയിട്ടുണ്ട്. സ്ട്രോങ് റൂം 7 മണിക്ക് തുറക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും അതിവാശിയേറിയ ഒരു മത്സരം നടന്നൊരു മണ്ഡലമാണ് മാവേലിക്കര എന്നതിൽ സംശയമില്ല. കാരണം മാവേലിക്കരയിൽ സുരേഷ് നാട്ടിയ കൊടി സി അരുൺകുമാർ അത് പിടിച്ചെടുക്കുമോ എന്നുള്ളതാണ് നമുക്ക് ഏറെ പ്രധാനപ്പെട്ട ചോദ്യം. അതിൻ്റെ ആദ്യ സൂചനകൾ 8:30യോടുകൂടി തന്നെ വരുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യം പക്ഷേ എണ്ണുന്നതെല്ലാം തന്നെ LDFന് മേൽക്കൈയുള്ള പഞ്ചായത്തുകളാണ്. ഈ എല്ലാ മണ്ഡലങ്ങളിലെയും 7 മണ്ഡലങ്ങളും ഒരുപോലെ ആണ് എണ്ണുന്നത്. അങ്ങനെ 14 റൗണ്ടുകളിലായിട്ട് എണ്ണി തീർക്കും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യ ഫലസൂചനകൾ വരുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ കൃത്യമായ ഒരു വിവരങ്ങൾ, അതായത് ആര് മേൽക്കൈ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മാവേലിക്കര മണ്ഡലത്തെ പറ്റി പറയുകയാണെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷിന് കൃത്യമായ വേരോട്ടമുള്ള ഒരു മണ്ഡലമാണ്. ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത ഒരു നേതാവാണ്. ആ ഒരു പരിചിതൻ എന്നൊരു മുഖമാണ് യഥാർത്ഥത്തിൽ കൊടിക്കുന്നിലിനെ സംബന്ധിച്ചിടത്തോളം എതിരാളികൾ ഉയർത്തിക്കാട്ടുന്ന ഒരു പ്രശ്നവും അതുതന്നെയാണ്. പക്ഷെ കൊടിക്കുന്നിൽ പറയുന്നത് അത്തരത്തിൽ ഉള്ള പരിചയസമ്പത്ത് തന്നെയായിരിക്കും വീണ്ടും ഒരിക്കൽ കൂടി മാവേലിക്കരയിൽ അദ്ദേഹം ജയിച്ചു കയറാൻ കാരണമാകുക എന്നുള്ളതാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത്. ഏതായാലും CA അരുൺകുമാറിനെ ഇറക്കിക്കൊണ്ട് കടുത്ത മത്സരമാണ് LDF കാഴ്ചവെച്ചത് എന്നതിൽ ഒരു സംശയവുമില്ല. LDFനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ LDF ഏറ്റവും അധികം പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളിൽ ഒരു 4-മത്തെയോ 5-മത്തെയോ സ്ഥാനത്ത് മാവേലിക്കരയുണ്ട്. അത്തരത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും ഈ രാഹുൽ ഗാന്ധി ഫാക്ടറും അതോടൊപ്പം തന്നെ ശബരിമല വിഷയവും ഒക്കെ തന്നെ വന്നപ്പോഴും കൊടിക്കുന്നിലിൻ്റെ ഭൂരിപക്ഷം 60-ൽ മാത്രമേ എത്തിയുള്ളൂ എന്നുള്ളതാണ് LDF പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു തേരോട്ടം അവസാനിപ്പിക്കും എന്നുള്ളതാണ് LDFൻ്റെ അവകാശവാദം. എന്താണ് ഇതിൻ്റെ ഒരു ഈ മാവേലിക്കരയിൽ ഈ കൊടിയേറ്റം അവസാനിക്കുമോ എന്നുള്ളതാണ് ഏറെ ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ 2 സ്ഥാനാർത്ഥികളും 2 മുന്നണികളും കടുത്ത ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഏതായാലും 8:30യോടുകൂടിയൊക്കെ നമുക്ക് ആദ്യമായി ഇതിൻ്റെ ഫലസൂചനകൾ അറിഞ്ഞ്